പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ ഈസി ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ബാങ്ക് ഓഫ് ബറോഡയുടെ സെലക്ട് ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈസി ക്രെഡിറ്റ് കാർഡിനെ പറ്റി പറയുന്നുണ്ട്, ഒപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്, പ്ലസ് ഒരു അടിപൊളി ട്രിക്ക് കൂടി പറയുന്നുണ്ട്. ഈ ട്രിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്ത് ആൾക്ക് കിട്ടിയ ഒരു ട്രിക്കാണ്. നിങ്ങൾക്കൊരു ഇൻകം പ്രൂഫ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ BOB എന്നൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ പറയുന്ന ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ. അത് എൻഡിലാണ് നമ്മൾ പറയുക. അതിന് മുന്നേ ഈ കാർഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിതിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 റിവാർഡ് പോയിന്റ്സ് നമ്മുടെ ഗ്രോസറി, അതേപോലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്, പിന്നെ മൂവി സ്പെൻഡ്, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 5 റിവാർഡ് പോയിന്റ് 100 രൂപയുടെ സ്പെൻഡിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതർ കാറ്റഗറി ഒക്കെ വരികയാണെങ്കിൽ മറ്റ് ഷോപ്പിങ്ങിനും സ്വൈപ്പിങ്ങിനൊക്കെ കൂടി 1 റിവാർഡ് പോയിന്റ് കിട്ടുള്ളൂ 100 രൂപയ്ക്ക്. അങ്ങനെയാണ് റിവാർഡ് പോയിന്റ് വരുന്നത്. പിന്നെ ഫ്യൂവൽ സർചാർജ് വേവർ ഉണ്ട്, അത് 1% വരുന്നത്. പിന്നെ നമ്മുടെ സീറോ ഫീ ആയിരിക്കും കാർഡ്. ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആക്കാൻ പറ്റും കാർഡ്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ ജോയിനിങ് ഫീ ഉണ്ട്, അതും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. 60 ദിവസത്തിനുള്ളിൽ നമ്മളുടെ ഈ കാർഡ് ഉപയോഗിച്ച് നമ്മളൊരു 6000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ ഉള്ള ഈ ഫീ ഒഴിവായി കിട്ടും. പിന്നെ നമുക്ക് ലൈഫ് ടൈം എങ്ങനെയാക്കാം, ഈ കാർഡിനെ നമുക്കൊരു LTF ആക്കാനായിട്ട് പറ്റും. 35,000 രൂപയ്ക്ക് ഒരു വർഷത്തിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യാണ്, ഷോപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ സ്പെൻഡ് ഏതായിക്കോട്ടെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിരിക്കും. അതുപോലെ ഈ കാർഡിൽ നമുക്ക് 3 ആഡ് ഓൺ കാർഡ്സ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള 3 ഫ്രീ ആഡ് ഓൺ കാർഡ്സ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളൊരു കാർഡ് എടുത്തു, നിങ്ങളുടെ കസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒക്കെ കാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആഡ് ഓൺ കാർഡ് എടുത്ത് കൊടുക്കാം. അങ്ങനെ ആഡ് ഓൺ കാർഡ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡായിരിക്കും. ആ കാർഡിന് നിങ്ങൾ യാതൊരു തരത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് LTF ആക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടൊരു ഇൻകം ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം. അതിനു മുന്നേ എന്തൊക്കെയാണ് ഇൻകം ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ITR ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ജോലിയുള്ളവർക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അപ്പോൾ ഈ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ഇല്ല, പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ ഇൻകം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. ആ സ്റ്റെപ്പിൽ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു 1 ഇയറിലെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നിങ്ങൾ അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ITR അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്ന ആ പേജിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു മെയിലായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാതെ, ആപ്ലിക്കേഷൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാതെ എവിടെ നിങ്ങൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിലായിട്ട് വരും. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു എക്സിക്യൂട്ടീവ്, ഈ കാർഡിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും മെയിൽ വഴി. അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു നോക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ വലിയ ലിമിറ്റൊന്നും കിട്ടിയില്ല. പുള്ളിയുടെ ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ ഇൻകം പ്രൂഫോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൾ ബിസിനസ്സാണ് ചെയ്യുന്നത്, പക്ഷേ അത്രയും വലിയ ബിസിനസ് ആകാത്ത കാരണം IT ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് കൊടുത്തു. പുള്ളിക്ക് അതിന് ശേഷം ഒരു മെയിലായിട്ട് ആ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാനായിട്ടൊരു മെയിൽ വന്നു. ആ മെയിലിൽ പുള്ളി ഈ ITR ആണ് അവർ കൊടുക്കാൻ പറഞ്ഞത്, ബിസിനസ് കൊടുത്ത കാരണം. പക്ഷേ ഈ പുള്ളി അവിടെ ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് കൊടുത്തപ്പോൾ അവരത് അപ്രൂവ് ചെയ്ത് കൊടുത്തു. വലിയ ലിമിറ്റൊന്നും കൊടുത്തില്ല, ഒരു 25,000 രൂപയാണ് ലിമിറ്റായിട്ട് കൊടുത്തത്. പക്ഷേ ആൾക്കത് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് ഫസ്റ്റ് ടൈം കിട്ടി. നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി അല്ലെങ്കിൽ ട്രിക്കൊന്നും ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. 100% വർക്കാവും എന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞ ട്രിക്ക് വെച്ച് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല കാർഡ്സിലും ചെയ്യുന്നവരെ എനിക്കറിയാം, ചെയ്ത് അപ്രൂവൽ കിട്ടിയിട്ടുള്ള കുറേ പേര് എനിക്കറിയാം. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ക്രെഡിറ്റ് കാർഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്തും ഇതേപോലെ ഒരുപാട് പേർക്ക് അപ്രൂവൽ കിട്ടിയതായിട്ട് അറിയാം. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന്, ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ടിനും ഈ BOBയിൽ അങ്ങനെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ചെയ്തു നോക്കി അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എടുത്തേക്ക്. ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.